മായശക്തി ചെയ്യുന്ന അക്രമങ്ങളെല്ലാം തന്നെ നന്ദിനിയുടെ മേലാണല്ലോ വന്ന് വീണോണ്ടിരിക്കുന്നത്. ആ മായശക്തിയെ കണ്ടുപിടിക്കാൻ ഒരു പോംവഴി കിട്ടാത്തതെന്താ? ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാലും ആ മായശക്തി ആരായിരിക്കും? നീയും നന്ദിനിയും തമ്മിൽ എന്താ ബന്ധം? അതിനു മുമ്പ് നീ ആരാണെന്ന് പറയ. ഞാൻ ജാനകി. ഓ, നീയാണല്ലേ ഈ കൊട്ടാരത്തിൽ ആത്മാവായിട്ട് അലഞ്ഞു തിരിയുന്നേ? എന്നെ പറ്റി അപ്പൊ നിനക്ക് അറിയാലേ. ഇനി നീ ആരാണെന്ന് പറയും. അതൊക്കെ എന്തിനാ നിങ്ങളോട് പറയണം? ഇപ്പൊ നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലാൻ പോവാ. നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നീ എന്തിനാ നന്ദിനിയോട് കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞത്? നീ എന്നെ ഇനി എന്ത് ചെയ്താലും ശരി, ഞാൻ നന്ദിനിക്കെതിരെ ഒന്നും പറയില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കും നന്ദിനിക്കും യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇവിടെ ഇപ്പൊ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നില് ആ മായശക്തിയാണ് പ്രവർത്തിക്കുന്നത്. ആ മായശക്തിയെ പിടികൂടാൻ വേണ്ടിയിട്ടാ നന്ദിനി ഇവിടേക്ക് വന്നത്. എന്താ നീ പറയുന്നേ? അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് മായശക്തിയായിരുന്നോ? നന്ദിനിയുടെ മേലെ സത്യം ചെയ്ത് ഞാൻ പറയാ, വന്നത് മായശക്തി തന്നെയാ. ഗംഗയുടെ മായശക്തിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടും അവളതൊന്നും വിശ്വസിച്ചിട്ടില്ല. നീയെങ്കിലും മനസ്സിലാക്ക. മായശക്തി ഇനി കൊട്ടാരത്തില് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ നന്ദിനി തടയേണ്ട പോലെ എല്ലാം അതിനെ തടഞ്ഞോളും. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നീയും ചെയ്യ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. വിശ്വസിക്കണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്ക. ഞാൻ ആ നാഗത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോ എനിക്കെന്തോ നന്ദിനിയോട് മത്സരിക്കാൻ ശ്രമിക്കുന്നത് പോലെ അല്ലാതെ എന്തോ വ്യത്യാസം തോന്നിയിരുന്നു സന്ധ്യ. ഇവളീ പറയുന്നതൊക്കെ ചിലപ്പോ സത്യമായിരിക്കോ? ഏട്ടാ, നന്ദിനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എനിക്കൊരു ഉപായം ആവശ്യമായി വന്നിരിക്കുക. അതിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ ഏട്ടൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരൂ. നന്ദിനിക്ക് അന്ത്യം കുറിക്കുവാനായിട്ട് നാഗശാസ്ത്രത്തിൽ എന്തെങ്കിലും മാർഗം കാണുമെന്നാ കരുതിയേ. പക്ഷെ ഇതിൽ ഒരു സൂചനയും നൽകുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഷേ,
നന്ദിനിക്ക് മനസ്സിലായെന്നാ തോന്നുന്നത്. എങ്കിലിത് വലിയ ആപത്താണ്. മാധവി, ഏട്ടാ, സംശയിക്കേണ്ട മാധവി, നിന്റെ ഏട്ടൻ തന്നെയാണ്. എന്റെ ഏട്ടൻ വന്നില്ലേ? അതെ. ഞാനിങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോ ഏട്ടൻ വന്നത് എന്നിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. എന്താ ഏട്ടാ അശരീരി പോലെ സംസാരിക്കുന്നേ? നേരിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കേട്ടാ. ഇപ്പോൾ ഈ അപ്രത്യക്ഷമായ അവസ്ഥയിൽ മാത്രമേ എനിക്ക് ശക്തിയോടെ ഇരിക്കാൻ കഴിയൂ. നമ്മുടെ വീട്ടിൽ നീ എന്തോ തിരയുന്നത് പോലെയുണ്ടല്ലോ. അതെന്താണെന്ന് പറയൂ മാധവി. നിന്നെ നാം സഹായിക്കാം. നന്ദിനി പൗർണമിക്ക് മുമ്പ് കാലചക്രങ്ങൾ കാട്ടമ്മയുടെ സന്നിധിയിൽ എത്തിക്കണം എന്നറിയാലോ. അല്ലാത്ത പക്ഷം ശക്തിനാകുമെന്ന പദവി ഇല്ലാതാകുമെന്നുള്ളതാണ് അവളുടെ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ കാലചക്രം എങ്ങനെയും കൈക്കലാക്കണമെന്ന ഉദ്ദേശവുമായി ഞങ്ങളെല്ലാം കൊല്ലാക്കൊല്ല ചെയ്യുകയാണ് അവള്. അവളുടെ ഉള്ളിൽ പ്രതികാരം അടക്കാൻ അവൾ ഏതറ്റം വരെയും പോകുമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമേട്ടാ. അവൾ അടുത്ത നീക്കത്തിലേക്ക് മുതിരുന്നതിന് മുമ്പ് ഏത് വിധേനയും ബന്ധിച്ചേ മതിയാവൂ. അതിനെന്തെങ്കിലും ഒരു വഴി ലഭിക്കുമെന്നാ ഞാൻ നാഗശാസ്ത്രത്തിൽ തിരഞ്ഞത്. എന്നാ എന്റെ മുമ്പിൽ ഒരു വഴിയും തെളിയുന്നില്ല. നന്ദിനിയെ നശിപ്പിക്കാൻ നാഗശാസ്ത്രത്തിൽ മാർഗങ്ങളില്ലായിരിക്കാം. പക്ഷേ അവളെ ഇല്ലാതാക്കാൻ മറ്റൊരു വഴിയുണ്ട്. മറ്റൊരു വഴിയോ? അതെന്താണെങ്കിലും പറയൂ ഏട്ടാ. നന്ദിനിയെ ഏതെങ്കിലും വിധത്തിൽ ജയിക്കണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ മനുഷ്യജന്മമെടുത്ത ആർക്കും അതിന് സാധ്യമല്ല. നാഗവംശത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അതിന് കഴിയൂ. ഞാൻ ഇതിനു മുമ്പ് സംഘപാല ഇച്ഛാധാരി ഇനത്തിൽപ്പെടുന്ന ഒരു നാഗത്തെ ഉപയോഗിച്ച് അവളെ ബന്ധിക്കുവാൻ ശ്രമിച്ചതാണ്. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. സംഘപാലയിനം ശക്തിനാഗത്തിന്റെ വരുതിയിൽ വരുന്ന ഒന്നാണ്. എല്ലാ നാഗങ്ങളെയും അധീനതയിലാക്കാൻ കഴിവുള്ള ഒരു വംശമുണ്ട്. ആ വംശത്തെ എന്റെ മരണാനന്തര ജീവിതത്തിലാണ് ഞാൻ കണ്ടുമുട്ടിയത്. അതേത് വംശമാണ് ഏട്ടാ? കാർക്കോടക വംശം. കാർക്കോടക വംശത്തിൽ നാഗനന്ദി എന്നൊരാളുണ്ട്. ആ നാഗനന്ദിന് മാത്രമേ നന്ദിനിയെ നശിപ്പിക്കുവാനാകൂ. ആ നാഗനന്ദിയൻ ഇപ്പൊ എവിടെയാണ് ഏട്ടാ? കാടിനോട് ചേർന്ന് ഉപ്പലമല അടിവാരത്തില് അറവക്കുറിച്ചി എന്നൊരു ഗുഹയുണ്ട്. ആ ഗുഹയിലാണ് നാഗനന്ദിയനുള്ളത്. ഞാൻ പോയി അദ്ദേഹത്തോട് സംസാരിക്കാം ഏട്ടാ. ശ്രമിച്ചു നോക്ക്. പക്ഷെ നാഗനന്ദിയൻ അത്ര എളുപ്പത്തിൽ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവനെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ടത് നിന്റെ സാമർത്ഥ്യം കൊണ്ടാണ്. നന്ദിനിയെ ബന്ധിക്കുവാനായിട്ട് കുറെ നാളായിട്ട് ഞാൻ അലയുകയാ. ആ നാഗനന്ദിയനെ ഞാൻ സമ്മതിപ്പിച്ചു വരുത്തുവേട്ടാ. നിന്റെ വിജയത്തിനായി എന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. പോയി വരൂ. ഒരുപാട് നന്ദിയുണ്ടേട്ടാ. വരൂ. വരൂ. ഗംഗേ, രാജശേഖരൻ എവിടെ? പറയാൻ വിട്ടുപോയി. അച്ഛനെന്തോ അത്യാവശ്യ കാര്യത്തിന് ദുബായിൽ പോയിരിക്കുക. നാഗനന്ദിയന്റെ കാര്യം അയാളോട് പറയാമെന്ന് കരുതിയതാ. ഏതായാലും പോയിട്ട് വരട്ടെ. ഇന്ന് നന്ദിനി കൊട്ടാരത്തിലേക്ക് വന്നിരുന്നു. അറിഞ്ഞു. അരുൺ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഗംഗയും നന്ദിനി ഇല്ലാതാവണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാ. ഉടനെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നന്ദിനിയെ നശിപ്പിക്കാൻ ഒരു വഴി തെളിഞ്ഞിരിക്കുക. ഞാൻ ആ നന്ദിനിയെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം തന്നെ അവളെ ഏതോ ഒരു ശക്തി സംരക്ഷിക്കുന്നതായി എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ ശക്തിനാഗത്തിന് നാശമില്ല എന്നുള്ളത് സത്യമായിരിക്കുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്നാൽ നന്ദിനിയെ പൂജിച്ചിരുന്ന ഗംഗ തന്നെ അവളുടെ അവസാനം കാണണമെന്ന് ചിന്തിച്ചു തുടങ്ങിയല്ലോ. ആ സ്ഥിതിക്ക് നന്ദിനിയുടെ അന്ത്യം അടുത്തെന്ന് ഞാനും മുൻകൂട്ടി കണ്ടു തുടങ്ങിയിരുന്നു ഗംഗെ. അതിനുള്ള മാർഗം ഇപ്പോഴാണ് ലഭിച്ചത്. ഉടനെ തന്നെ നമുക്ക് ആ നാഗനന്ദിനെ കാണാൻ പോണം. ഞാനും കൂടെ വന്നോട്ടെ. വാ ഗംഗെ, പോവാം. വാ ഗംഗ. പതുക്കെ. ശ്രദ്ധിച്ചു വരണേ.
ഇതാണ് എന്റെ ഏട്ടൻ പറഞ്ഞ നാഗനന്ദിയൻ വാഴുന്ന ഗുഹ. കാർക്കോടക വംശത്തിൽ ജനിച്ച ആ നാഗനന്ദിയൻ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അരുൺ, നീ മാത്രം എന്റെ കൂടെ വാ. ഗംഗ ഇവിടെ തന്നെ നിൽക്കൂ. നമുക്ക് പോയി കണ്ട് സംസാരിച്ചു വരാം. ഗംഗ ഇത്രയും ദൂരം നമ്മളോടൊപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ട് വെളിയിൽ തന്നെ നിൽക്കുന്ന എന്തിനാ? ഇവളും വരട്ടെ മാധവി. ഇവൾക്ക് വരണം എന്ന് ആഗ്രഹം പറഞ്ഞതുകൊണ്ടാ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാൽ എല്ലാവരും കൂടെ അകത്തേക്ക് പോയാൽ അദ്ദേഹം നമ്മളെ ചിലപ്പോൾ സഹായിച്ചെന്ന് വരില്ല. ഇവൾ ഇവിടെ തന്നെ നിന്നോളൂ. കാര്യം നടക്കണമെന്നല്ലേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് വരൂ. വാ അരുൺ. നിക്കേ. എന്താ ഇത് അടച്ചിരിക്കുകയാണല്ലോ. ഇനി അങ്ങോട്ട് എങ്ങനെയാ പോവുക? നാഗനന്ദിയ, നാഗനന്ദിയ, അങ്ങേ കാണാൻ വന്നതാണ്. ആരുമില്ലെന്ന് തോന്നേ. അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും പറയണ്ടേ? നമുക്ക് തിരിച്ചു പോയാലോ മാധവി? അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ. ഞാൻ ഒന്നുകൂടി ഉറക്കി വിളിച്ചു നോക്കാം അദ്ദേഹത്തെ. നാഗനന്ദിയ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആരാണ് എന്റെ പേര് ചൊല്ലി വിളിക്കുന്നത്? എന്റെ പേര് മാധവീന. ഞാനൊരു ശിവതപസ്വിനിയാണ്. അങ്ങേ കാണാൻ വേണ്ടി വന്നതാണ്. അകത്തേക്ക് വരൂ. വാ. നമസ്കാരം. എന്തിനാണ് വന്നത്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾ അങ്ങയോട് ഒരു സഹായം ചോദിക്കാനാണ് വന്നത്. എന്ത് സഹായം? ഇവന്റെ കൊട്ടാരത്തില് ഒരു നാഗം വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതൊരു സാധാരണ നാഗമല്ല, ഒരുപാട് അപൂർവതകൾ ഉള്ളൊരു നാഗമാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ട 4 പേരെ അത് കൊന്നു. ഇവന്റെ കുടുംബത്തിന്റെ നാശമാണത് ലക്ഷ്യമായി മുമ്പിൽ കാണുന്നത്. അതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് വന്ന ആ നാഗത്തിനെ നശിപ്പിച്ച് ഇവരുടെ കുടുംബത്തിനെ രക്ഷിക്കണം സ്വാമി. ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി അങ്ങ് ഞങ്ങളെ ഒന്ന് സഹായിച്ചേ മതിയാവൂ. എനിക്ക് നിങ്ങളെ സഹായിക്കുവാനാകുന്നതല്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് പോകാം. സ്വാമി, നിങ്ങളെ വിശ്വസിച്ചാ വന്നത്. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ആ നാഗത്തെ അങ്ങേ കൊണ്ട് മാത്രമേ ബന്ധിക്കാനാവൂ. ദയവ് ചെയ്ത് പറ്റില്ലെന്ന് മാത്രം പറയരുത്. നിങ്ങൾ ഇനി എന്നോട് എങ്ങനെയൊക്കെ ചോദിച്ചാലും ഞാൻ ഒരിക്കലും നിങ്ങളെ സഹായിക്കില്ല. കാരണം ഞാനും നാഗവംശത്തിൽ ജനിച്ച ഒരുവനാണ്. എന്റെ വംശത്തിലുള്ളൊരു നാഗത്തെ ഞാൻ നശിപ്പിക്കില്ല. നിങ്ങളുടെ വംശത്തിലുള്ള നാഗത്തെ നിങ്ങൾ സംരക്ഷിക്കണമെന്ന് കരുതിയാൽ ഞങ്ങളെ പിന്നെ ആര് രക്ഷിക്കാനാണ്? നിങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം എനിക്കെന്താണ്? നിങ്ങളുടെ കാൽക്കീഴിൽ അഭയം തേടിയവരെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? കാർക്കോടക ഇനത്തിൽ ജനിച്ച നാഗമല്ലേ അങ്ങ്? നിങ്ങളുടെ മുന്നിൽ വന്ന് അപേക്ഷിക്കുന്നവരെ ഇങ്ങനെ വെറും കൈയോടെ അയക്കാമോ?
മനുഷ്യർ മാത്രം മതിയോ ഭൂമിയിൽ? നാഗങ്ങൾ ഇവിടെ ജീവിക്കണ്ട എന്നാണോ? ഞാൻ മാത്രം ജീവിക്കണമെന്ന് കരുതിയ ഒരു നാഗം ഒരു കുടുംബത്തെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുക. അതിൽ ന്യായമുണ്ടെന്നാണോ കരുതുന്നത്? ഏതൊരു നാഗമായാലും തന്നെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോൾ എതിർക്കും. നിങ്ങൾ ആ നാഗത്തിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടാക്കിയിട്ടില്ലേ? അതുകൊണ്ട് തന്നെയാണ് നാഗദോഷം നിങ്ങളെ പിന്തുടരുന്നത്. തന്നെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോൾ എതിർക്കും. നിങ്ങൾ ആ നാഗത്തിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടാക്കിയിട്ടില്ലേ? അതുകൊണ്ട് തന്നെയാണ് നാഗദോഷം നിങ്ങളെ പിന്തുടരുന്നത്. നിങ്ങൾ കൊടും പാപം ചെയ്തവരാണ്. അതുകൊണ്ടുണ്ടാകുന്ന ശിക്ഷയും അനുഭവിച്ചേ മതിയാകൂ. സ്വാമി, ആ നാഗം കാരണം എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചതാ. ആ പാമ്പ് ശാന്തമാകാൻ വേണ്ടി ഒരുപാട് അമ്പലങ്ങളിൽ പൂജ ചെയ്തു. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഇപ്പം എൻ്റെ കുടുംബം വല്ലാത്തൊരു ആപത്തിൽപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ഈ പ്രശ്നം ഇല്ലാതാക്കാൻ അങ്ങേക്കേ സാധിക്കൂ. വെറും കൈയോടെ തിരിച്ചയക്കാതെ ഞങ്ങളെ ഒന്ന് സഹായിക്കണം അങ്ങ്. ഞാൻ ഒരിക്കൽ പറഞ്ഞാൽ പറഞ്ഞതാണ്. ഇനിയും ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് പ്രയോജനമില്ല. നിങ്ങൾക്ക് തിരികെ പോകാം. എന്നാലും അങ്ങ് ഒന്നുകൂടി. പോകാനാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു ശാപത്തിന് ഇരയാവരുത്. എന്നെ വെച്ച് നിങ്ങളുടെ കാര്യം സാധിക്കാമെന്നാണ് ചിന്തയെങ്കിൽ അത് മനസ്സിൽ നിന്ന് അകറ്റിയിട്ട് പോവുക. എന്താ? അദ്ദേഹം നമ്മളെ സഹായിക്കില്ലെന്നാ പറയുന്ന ഗംഗെ. ഇനി നന്ദിനിയുടെ കാര്യത്തില് നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. വാ പോവാം. വേറെ യാതൊരു വഴിയില്ലാത്തോണ്ടല്ലേ നമ്മൾ ഇദ്ദേഹത്തെ കാണാൻ വന്നത്. അദ്ദേഹം പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ പലതവണ ചോദിച്ചു ഗംഗെ, അദ്ദേഹം പറ്റില്ലെന്ന് തന്നെയാ പറയുന്നത്. എന്നാലും ഞാനും കൂടി ഒന്ന് സംസാരിച്ച് നോക്കിയാ. എന്നാ ശരി, സംസാരിച്ചു നോക്ക്. സ്വാമി, കുറച്ചു നേരം മുൻപ് ഇങ്ങോട്ട് വന്ന് സ്വാമിയെ കണ്ട് സംസാരിച്ചിട്ട് പോയില്ലേ? അവരോടൊപ്പം തന്നെ വന്ന ആളാ ഞാൻ. അങ്ങ് നാഗത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. എന്നാ ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളുടെ ഈ തീരുമാനം അങ്ങനെ പെട്ടെന്ന് ആലോചിക്കാതെ എടുത്തതല്ല. എത്രയോ ഞങ്ങൾ സഹിച്ചു നോക്കി. അതിലൊരു മാറ്റം ഇല്ലാത്തോണ്ടാ അങ്ങയോട് സഹായം ചോദിക്കാൻ വന്നേ. ഞാനൊരു സാധാരണ മനുഷ്യജന്മമാണെങ്കിലും നാഗമ്മയെ ദൈവത്തെ പോലെ കാണുന്നവളാ. ചെറുപ്പം മുതലേ നാഗമ്മയെ പൂജിക്കുന്നവളാ ഞാൻ. അങ്ങിപ്പോ ആ നാഗത്തോട് കാണിക്കുന്ന ആദരവ് പോലെ ഇത്രയും കാലം ആ നാഗത്തോട് ഞാനും ആദരവ് കാണിച്ചിരുന്നവളാ. സത്യം പറഞ്ഞാ അവൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായിരുന്നു.
സ്നേഹത്തിന് വേണ്ടി ഞാൻ എത്രയോ ത്യാഗങ്ങൾ ചെയ്തതാ. അതുപോലും ഒരു നിമിഷം ആലോചിക്കാതെ എന്റെ അച്ഛനെ തന്നെ കൊന്നു അവള്. ഇപ്പൊ എന്റെ കുടുംബം ഇല്ലാതാക്കാനാണ് അവളുടെ ശ്രമം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ കാരണമാ ഇപ്പൊ എന്റെ കുടുംബം ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത്. അതുകൊണ്ട് അങ്ങ് എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് സഹായിക്കണം. കൈവിട്ട് കളയരുത്. എഴുന്നേൽക്ക് മകളെ.